അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാൻ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ജനിച്ച രാജ്യം ഇറാഖ്, മിസ്ർ, മക്ക. മിസ്റാണ് ശരി ഉത്തരം. 2. സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചത് ഖുറൈശികളിൽ, യഹൂദികളിൽ, മുനാഫിഖുകളിൽ. ഖുറൈശികളിലാണ് ശരി ഉത്തരം. 3. ഇഖ്ലാസ്, കാഫിറൂൻ സൂറത്തുകൾ ഓതൽ സുന്നത്തുള്ള നിസ്കാരം. തഹജ്ജുദ്, ളുഹ, തറാവീഹ്. ളുഹയാണ് ശരി ഉത്തരം. 4. നാസിബുൽ മുളാരി, മുളാരിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫ് ലം, ലമ്മ, ലൻ. ലന്നാണ് ശരി ഉത്തരം. 5. സഖിയുൻ എന്ന വാക്കിന്റെ അർത്ഥം ധർമ്മിഷ്ഠൻ, സമ്പന്നൻ, ലുബ്ധൻ. ധർമ്മിഷ്ഠനാണ് ശരി ഉത്തരം. 6. അൽ ഇസ്മുൽ മുദ്മർ, ളമീറായ ഇസ്മ. ത്വായിഫ്, റസൂൽ, നഹ്നു. നഹ്നു എന്നതാണ് ശരി ഉത്തരം. ചേരുംപടി ചേർക്കുക. 7. റൗദുർ റയാഹീൻ, ഡി അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു. 8. തുഹ്ഫത്തുൽ മുഹ്താജ്, സി അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. 9. ലസഅഹു സുംബൂറുൻ മറാത്ത്, പലതവണ കടന്നൽ അദ്ദേഹത്തെ കുത്തി. ഇ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാം. 10. ത്വവീലുൽ സുജൂദ്, സുജൂദ് ദീർഘിപ്പിക്കുന്നവരായിരുന്നു. എ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. 11. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞതാരാ? എൻ്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ണമാണ് എന്ന് പറഞ്ഞത്. ബി അബ്ദുഹദാഹു റളിയല്ലാഹു അൻഹു. പൂരിപ്പിക്കുക. 12. മുഅയ്യദുൻ റാസിഖുൻ ഫിൽ ഇൽമി മുത്തബിഉൻ അഥർ റസൂലി ബി ഇഖ്ലാസിൻ വ ഇഹ്സാനി. അഥർ റസൂൽ എന്നാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. 13. സൂറത്തുൽ കാഫിറൂൻ ഖുർആനിൻ്റെ ഡാഷ് ഭാഗത്തിന് തുല്യമാണ്. 4-1 തുല്യമാണ്. 14. ഇബ്നു ഹജറുൽ ഹൈതമി ജനിച്ചത് ഹിജ്റ വർഷം ഡാഷിലാണ്, 909. 15. ഇന്നൽ ഗനിയ ഗനിയുൻ നഫ്സി ഖാനിഉഹ. ഇന്നൽ ഗനിയ യഥാർത്ഥ ധനികൻ ഗനിയുൻ നഫ്സി ഖാനിഉഹ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. 16. ജലസ്ന എന്നതിലെ മുത്തസരായ ലമീർ ഏത്? നൂൻ ആകുന്നു. 17. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. യകുൻ മുളാരിഉൻ ഡാഷ് ബിലം മജ്സൂമുൻ ബിലം. ലമ്മ് എന്നതുകൊണ്ട് ജസ്മ് ചെയ്യപ്പെട്ട മുളാരിയാണ് യകുൻ എന്നത്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. സൂറത്തുൽ ഇബാദ എന്ന പേരിലുള്ള സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ. 19. അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 65. 20. ഖനൂഅ് എന്നതിൻ്റെ അർത്ഥം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ. 21. തുഹ്ഫത്തുൽ മുഹ്താജ് ഏത് ഗ്രന്ഥത്തിൻ്റെ ശർഹ് ആണ്? മിൻഹാജിൻ്റെ. 22. ഇഅ്റാബുൽ മുളാരി, മുളാരിൻ്റെ ഇഅ്റാബ് റഫ്അ് ആണ്. 23. അംഫിഖി എന്നതിലെ ലമീർ മുത്തസിൽ ഏത്? യാ. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. സാരം എഴുതുക. ഞാൻ ആരാധിക്കുന്നവനെ ഈ സമയത്ത് നിങ്ങൾ ആരാധിക്കുന്നവനല്ല. അവൻ ഏകനും സർവശക്തനുമാണ്. വരും കാലങ്ങളിൽ ഏകനും സത്യവാനുമായ എൻ്റെ ഇലാഹിനെ നിങ്ങളും ആരാധിക്കേണ്ടതില്ല. അതായത് 2 പ്രാവശ്യം വലാന്തും ആബിദുനമാ ആബുദ് എന്നുള്ളത് 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 2ൻ്റെയും കൂടെ അർത്ഥം കൊടുത്തതാണെന്നുള്ളൂ കേട്ടോ. 25. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല എന്തുകൊണ്ടെല്ലാം പരീക്ഷിച്ചു? ദാരിദ്ര്യം, വിശപ്പ്, വർദ്ധിച്ച അസൂയക്കാർ എന്നിവ കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ പരീക്ഷിച്ചു. 26. സന്ദർഭം വിവരിക്കുക. 100 അയ്യ ഷൈഇൻ ഹാദല്ലദി ആദാനി ഫി സ്വലാത്തി. നിസ്കാരത്തിൽ എന്നെ ഉപദ്രവിച്ച വസ്തു എന്താണെന്ന് നോക്കൂ. ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തെ കടന്നൽ ആവർത്തിച്ച് കുത്തി. അദ്ദേഹം അത് ഗൗനിക്കുകയോ അനങ്ങുകയോ ചെയ്തില്ല. നിസ്കാരശേഷം മഹാനവറുകൾ പറഞ്ഞതാണിത്. 27. മുൻഫസിലായ ലമീറുകളിൽ 4 എഴുതുക. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, നഹ്നു. ഇതിൽ 4 എഴുതി കൊടുക്കുക. 28. തുഹ്ഫത്തുൽ മുഹ്താജ് ഉജൂബത്തും മിനൽ ആജീബ്
എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കിതാബ് ചെറുതാണെങ്കിലും അതിൽ പ്രതിപാദിക്കാത്ത ഒരു വിഷയങ്ങളും ഇല്ല. വ്യക്തമായോ സൂചനയോടുകൂടെയോ അതിൽ പറയാത്തൊരു വിഷയവും ഇല്ല. 29 മുനവ്വറുൽ ഖൽബി യഖ്ശല്ലാഹ യഅ്ബുദുഹു വയത്തഖീ ബിഇസ്റാരിൻ വഇഅ്ലാനി. സാരമേതുക, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയം പ്രകാശിക്കുന്നവൻ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. 30 ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുടെ കരച്ചിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കേട്ടു. അയാൾ ചെയ്ത ദോഷം എന്തായിരുന്നു? അദ്ദേഹം പലിശയുമായി ബന്ധപ്പെട്ടയാളായിരുന്നു. 31 മകൻ്റെ കാൽ മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞതെന്താ? നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കൂ. കാരണം നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അദ്ദേഹം ഒന്നും അറിയില്ല. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 സൂറത്തുൽ കാഫിറൂനയുടെ അവതരണ പാശ്ചാത്തലം. ഖുറൈശികളിലെ ഒരു വിഭാഗത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ദീനിനെ പിൻപറ്റുക, ഞങ്ങൾ നിങ്ങളുടെ ദീനിനെയും പിൻപറ്റാം. ഒരു വർഷം ഞങ്ങളുടെ ഇലാഹിനെ നിങ്ങൾ ആരാധിക്കുക, ഒരു വർഷം ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെ ആരാധിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അല്ലാത്ത ഒരാളെ അവനോട് പങ്കു ചേർക്കലിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ശത്രുക്കൾ പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ബിംബങ്ങളെ നിങ്ങൾ തൊട്ടുമുത്തിയാൽ നിങ്ങളെ ഞങ്ങൾ വാസ്തവമാക്കാം. നിന്റെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൽ നിന്നും കൈ വരുന്നുണ്ടോ എന്ന് ഞാൻ വീക്ഷിച്ചു. അപ്പോൾ അല്ലാഹു തആല ഈ സൂറത്ത് ഇറക്കി. 33 അസ്വലാത്തുൽ ഖാശിഅ, ഭയഭക്തിയുള്ള നിസ്കാരം. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി എന്ന് പറഞ്ഞ ബൈത്തുണ്ടല്ല, അത് അവിടെ എഴുതി കൊടുത്താൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.